ഓക്കെ, ഇന്ന് കൊണ്ട് നമ്മുടെ തായ്ലൻഡ് വിശേഷങ്ങൾ കഴിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കേക്കെല്ലാം കട്ട് ചെയ്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ ഹോട്ടൽ ബുഫേ ഉണ്ട്, അവിടേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വേറൊരു കൺട്രിയിൽ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, അതുപോലെ ഇതുപോലൊരു സർപ്രൈസുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. അത്രയ്ക്കും വേണ്ടി ഞാൻ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ താങ്ക് യു എവരിവൺ. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. സ്പെഷ്യൽ ഒന്നുമില്ല, ഹോട്ടലിലെ സ്ഥിരം സാധനങ്ങൾ തന്നെ കേട്ടോ. ഇന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നാട്ടിൽ ചെന്ന് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ഒക്കെ തിന്നാം. അയ്യോ, എത്ര ദിവസം കൊണ്ട് ഈ നൂഡിൽസും റൈസും ഒക്കെ കഴിച്ച് മടുത്ത് കേട്ടോ. ഇന്നിപ്പം മുട്ട പുഴുങ്ങിയത് ഈ ഹോട്ടലിൽ വന്ന ശേഷമുണ്ട്, അതുകൊണ്ടൊരു ചെറിയ ആശ്വാസമുണ്ടേ. 12 മണിയായി, ചെക്കൗട്ട് സമയമായി. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. 1 മണിക്ക് ഞങ്ങളുടെ കാറ് വരും. ഞങ്ങളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് മസാജിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ ഇന്നലെ മസാജ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞാണ്. നല്ല വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. തോള് വേദന മുമ്പുണ്ടായിരുന്നു. ഇന്നലെ നല്ല സുഖം ഉണ്ടായിരുന്നു, ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അത് കേട്ടോണ്ട് പിന്നെ ഞാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്തത് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഓറാൻ കൂട്ടാൻ ക്യാമറ എടുക്കണ വേറെ ഓറാൻ കൂട്ടാൻ. അപ്പോൾ 1 മണിവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും, കാറ് വരുന്നവരെ. അത് കഴിഞ്ഞ് നമ്മൾ പോവും. 1 മണിക്കാണ് കാറ് വരുന്നത്. പിന്നെ വന്നിട്ട് അവരെവിടെയെങ്കിലും നിർത്തുമൊന്നും അറിയില്ല, നമ്മളെവിടെയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ലഞ്ച് കൂടെ കഴിച്ചിട്ട് പോവാമെന്നുള്ള രീതിയിൽ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണേ. ഇവിടെയാണ് നമ്മുടെ ചായക്കട, ചായ കോഫിയൊക്കെ കുടിക്കുന്ന കട. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇത് 3-ാമത്തെ ദിവസമാണ്. ചായ കുടിക്കാനായിട്ട് പുറത്തിരുന്ന് ചായ കുടിച്ചിട്ട് പോകുന്നല്ലാണ്ട് അകത്തേക്ക് കയറുന്നതെന്ന് ആദ്യമായിട്ടോ കേട്ടോ. പക്ഷേ ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവിടുത്തെ മാനേജറാണോ ആരാണെന്ന് അറിയില്ല, ഒരു ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് നല്ല സ്വഭാവം എന്നറിയോ, എന്ത് മാന്യതയോടാണ് അവർ പെരുമാറുന്നതെന്നറിയോ. ഇത്രയും നാളിനിടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടും ഇത്രയും ഈ ഒരു ലേഡി ആട്ടോ, അവിടുത്തെ സ്റ്റാഫാണോ മാനേജറാണോ അവിടെ വന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അറിയില്ല. പക്ഷേ ഇങ്ങനെ വേണം ഒരു സ്റ്റാഫ് നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ പെരുമാറേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യം സൂപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് അയ്യോ കഴിക്കണ്ടെന്ന് പറഞ്ഞ് അതിനെ മാറ്റിയൊക്കെ തന്നു. അതും മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതല്ല, അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ നമ്മളോട് സംസാരിക്കുന്നതായാലും എല്ലാം. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വരികയാണ്, അത് ഈ കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ഏറ്റവും എടുത്ത് പറയുന്ന ഈ കുട്ടിയുടെ കാര്യമാണ്. തായ്ലൻഡിൽ വരികയാണ്, നിങ്ങൾ ബാങ്കോക്കിൽ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് സ്റ്റേ എങ്കിൽ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഹോട്ടലുള്ളത്. മസ്റ്റായിട്ട് ഇവിടെ വരിക. ഇവിടുത്തെ ഫുഡും അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ചോറും തൈരും മതി എന്ന് പറഞ്ഞു. ഏട്ടനും അച്ഛനും ദോശ, കാരണം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള വയറെല്ലാം ഇറങ്ങിയിരിപ്പുണ്ട്. വേദ ഒരു സൂപ്പ് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന ബർത്ത്ഡേ കേക്ക് എല്ലാം വേദ കഴിച്ചു. പിന്നെ ഞാനൊരു ലസ്സിയും പറഞ്ഞു, വിശപ്പില്ല, അതുകൊണ്ട് എയർപോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാമല്ലോ. ഇവിടെ വന്ന് ഇവിടുത്തെ ബുഫയും കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്ത് കേട്ടോ. കുറച്ച് ചോറും തൈരും കിട്ടിയാൽ മതി എന്നായി അമ്മയ്ക്ക്. അങ്ങനെ ചോറും തൈരും ഒക്കെ ഓർഡർ ചെയ്തു. അച്ഛനും ഏട്ടനൊക്കെ ദോശ കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഉള്ളൂ, അത് ഡൈജസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് വിശപ്പില്ല. എങ്കിലും നമ്മൾ കഴിക്കാണ്ട് പോയാൽ ചിലപ്പോൾ പെട്ടുപോകും, അതുകൊണ്ടാണ് പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. വേദ സൂപ്പും ഞാനൊരു ലസ്സിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂപ്പ് ചിക്കൻ സൂപ്പാണ് പറഞ്ഞത്. കുറച്ച് ഉപ്പ് കൂടുതൽ പോലെ തോന്നി. ഞാനങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ അത് മാറ്റി തന്നായിരുന്നു കേട്ടോ. അതൊക്കെയാണ് പറഞ്ഞത്. എന്ത് നല്ല പെരുമാറ്റമാണ് അവർ നമ്മളോട് കാണിച്ചതെന്നുള്ളത്. എന്നിട്ട് വന്ന് വീണ്ടും ചോദിക്കും, ഫുഡ് ഓക്കെ അല്ലേ, ഓക്കെ ആണോ, എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ, കുറഞ്ഞു പോയിട്ടുണ്ടോ. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയായിരിക്കും അല്ലേ, ഒന്നേ പുറത്ത് ബിരിയാണി, ചിലപ്പോൾ സദ്യ കഴിച്ചാലേ ഒരു കുരുമുളക് വാരിയിട്ട് കൂടിപ്പോയെന്ന്. ചൂട് മാറിയിട്ടില്ലേ. നമ്മുടെ സൂപ്പ് നോക്ക്, നമ്മൾ ഒരു സൂപ്പ് വാങ്ങിയാൽ 1/2 ആയിട്ടാണ് കുടിക്കണത്. ഒരു സൂപ്പ് എത്രയേ ഉള്ളൂ.
തായ്ലൻഡിൽ വന്നിട്ട് ചോറും തൈരും കഴിക്കണല്ലേ അമ്മ. ഇന്നലെ അവർ കഴിച്ച ദോശ നല്ലായിരുന്നു. ഇനി ഉപ്പിട്ടാടാ, ഉപ്പ് കൂടുതൽ അല്ലേ, ചൂടായിരിക്കും. നേരത്തെ ചിക്കൻ സൂപ്പ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോൾ അങ്ങനെ അവരെ മാറ്റിയിട്ട് പുതിയത് തന്നു കേട്ടോ. നമ്മളിട്ട ഉപ്പല്ല, അവരിട്ട ഉപ്പ് തന്നെ കൂടിപ്പോയി. ലസ്സി ഓർഡർ ചെയ്തു, വന്നിട്ടുണ്ട്, കുടിച്ചോക്കട്ടെ, പുളി തന്നെ ഉണ്ടോ. ഫുഡ് കഴിച്ചു, കറക്റ്റ് സമയമായി, 1 മണിയായി. ഇപ്പോൾ ഡ്രൈവർ ഇവിടെ ഇടയിലുണ്ടാവും. നമ്മൾ ബാഗെല്ലാം പറക്കി പോവുകയാണ് ആദ്യം തന്നെ. സോ 5 ഡേയ്സിൻ്റെ ട്രിപ്പ് ഏകദേശം അവസാനിച്ചു. ഇനി 2 സ്ഥലങ്ങളും നമ്മൾ പോകുന്ന വഴിക്ക് കാണും. എന്തായാലും ബൈ ബൈ തായ്ലാൻഡ്, ബാങ്കോക്ക്. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ ഉണ്ടായിരുന്നു. നമ്മുടെ പേരെല്ലാം വെച്ചിട്ടത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പുള്ളി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മൾ കയറി, അതിൽ എവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകണം, എന്നിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആ പേപ്പറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് തായ്ലൻഡിലെ മെയിൻ സിറ്റി എന്ന് തോന്നുന്നു, നമ്മുടെ ട്രിവാൻഡ്രത്തെ പാളയം സിറ്റി എന്നൊക്കെ പറയും പോലെ. കാരണം എല്ലാ മെയിൻ ഓഫീസുകളും നമ്മളിപ്പോൾ കണ്ടായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള കുറേ ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് തായ്ലൻഡിൻ്റെ മെയിൻ ഒരു ബാങ്കോക്ക് സിറ്റിയുടെ മെയിൻ ഹൃദയഭാഗം ഇതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് കാണാനൊക്കെ ഭംഗിയുണ്ട് കേട്ടോ, നിറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ക്യാമറ ഇരിക്കണോക്ക്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ 2 ടെമ്പിളിൽ കയറുന്നുണ്ട്. ഒന്ന് ഗോഡക് ടെമ്പിൾ, പിന്നെ ഒന്ന് മാർബിൾ ടെമ്പിൾ. രണ്ടും ഇതിനകത്തുനിന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മളെന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വെയിലും ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ ഏതോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. ഗോഡൻ ടെമ്പിൾ, ഗോഡൻ, ഇതിൽ ഗോഡൻ ടെമ്പിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് തായ്ലൻഡിൽ അമ്പലത്തിൽ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തണലത്തോട്ട് നിൽക്കാം. ഇവിടെ പാസ് എന്തോ എടുക്കണം. കണ്ടാ, തായ്ലൻഡിൽ അമ്പലത്തിലാണ് വന്നിരിക്കണം, അമ്പലത്തിൽ. നട്ടുച്ച സമയവും വെയിലും, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അത്രയും വെയിൽ കേട്ടോ. നമ്മൾ ആ തണലത്ത് മാറി നിന്നപ്പോൾ ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് മാർബിൾ ടെമ്പിൾ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഞാനൊന്നും കണ്ടില്ല. എങ്കിലും ആദ്യം ഈ ഗോഡക് ടെമ്പിൾ എങ്കിൽ ഗോഡക് ടെമ്പിൾ അവിടേക്ക് കയറാമെന്ന് കരുതി അങ്ങോട്ടേക്ക് കയറുകയാണേ കേട്ടോ. അമ്പലത്തിൻ്റെ എൻട്രൻസ്. ക്യാമറ അലൗഡ് ആണോ എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് കയറി നോക്കാവേ. ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആട്ടോ, ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ലക്കിയല്ലേ തായ്ലൻഡിലൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ വരാൻ പറ്റി ബർത്ത്ഡേ ആയിട്ട്. ഓ ഗോഡ്, അകത്തൊന്നുമില്ല ഗൈസ്, ചുമ്മാ അവിടെ ഫോറിനേഴ്സിൻ്റെ പൈസ കൊടുത്ത് അവന്മാരതിനകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് ഉദ്ദേശിച്ച ഒരു സംഭവമൊന്നുമില്ല. കയറിയപ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നി. പിന്നെ ബുദ്ധനെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കരുതി മാർബിൾ ടെമ്പിളൊന്നും കയറണ്ട, ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാം എന്ന് കരുതി. മതിയായി കേട്ടോ, സത്യമായിട്ടോ. അതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് വിട്ട് മാർബിൾ ടെമ്പിളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും തായ്ലൻഡിൽ നമ്മൾ മെയിനായിട്ട് കാണേണ്ട എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഡൽഹിയിൽ വന്ന പോലെ തോന്നുന്നു. താമസം അല്ലെങ്കിൽ നമ്മൾ ഡൽഹി പോയിട്ടില്ല കാറില്, പിന്നല്ലാതെ ഇല്ലേ? ഇവിടെ ഈ ഒരു പോർഷനൊക്കെ ഡൽഹി. ഇതൊക്കെ എന്തോ ഗവൺമെന്റിന്റെ എന്തോ സംവിധാനം. ഈ ഏരിയ ഫുൾ അതുമായി ചുറ്റിപ്പറ്റിയ സ്ഥലങ്ങളാണ്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ടു എയർപോർട്ട്? എത്ര? ഹൗ മെനി? 14. ഓക്കെ ഓക്കെ, അടുത്തവിടെയാണ്. അപ്പം ഇവിടെ ഓരോ 100 വീട്ടിലും സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സിഗ്നൽ, വീണ്ടും തൊട്ടടുത്ത് തന്നെ വീണ്ടും സിഗ്നൽ വെച്ചിട്ടുണ്ട്. 100 മീറ്റർ ഒന്നും ഇല്ല, നോക്കൂ, ഇങ്ങനെ സിഗ്നൽ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയെങ്കിലും ബ്ലോക്ക്, അല്ലെങ്കിൽ ഇനിയും ബ്ലോക്ക് ആയത്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെ DMK എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. തായ്ലൻഡ് ആക്ച്വലി ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട്. ഇത് DMK എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു എയർപോർട്ടിലാണ് അത്യാവശ്യം ഫ്ലൈറ്റ് ചാർജ് റേറ്റൊക്കെ കുറവുള്ളത്. ഈ ഒരു എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റിനാണ്.
എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും ഞങ്ങൾ ഇവിടത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാവരും മെയിനായിട്ട് വരുന്നതും ഇവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നേരെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ബോർഡിംഗ് പാസ് എടുക്കൽ എന്നാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലൊന്നും ഞാനിങ്ങനെ ഈ ബോർഡിംഗ് പാസ് എടുക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് തന്നെ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടും കേട്ടോ. അത് മലേഷ്യയിലുണ്ടായിരുന്നു, ഇവിടെ കോലാലംപൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അധികം ബാഗൊന്നും ചെക്ക് ചെയ്യത്തില്ല. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ചില എയർപോർട്ടുകളിൽ ചെക്ക് ചെയ്യും, ചില എയർപോർട്ടുകളിൽ ചെക്ക് ചെയ്യില്ല. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ ഇഷ്യൂ ചെയ്താൽ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ 4 പേരുടെയും ബോർഡിംഗ് പാസ് കിട്ടി. വേദയുടെ മാത്രം എറർ കാണിച്ചുകൊണ്ടേ നിൽപ്പുണ്ട്. അങ്ങനെ കുറേ സമയം വേദയുടെ ബോർഡിംഗ് പാസ് നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. പിന്നെ കൗണ്ടറിൽ പോയി തന്നെ എടുത്തു. അതുപോലെ ഇത് മുക്കിന് നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ കൗണ്ടറുകൾ, നമുക്ക് ഈ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട്. അതുകൊണ്ട് വലിയ തിരക്ക് വരത്തില്ല. നമുക്ക് കൗണ്ടറിൽ പോയി നിന്ന് തിരക്ക് കൂട്ടേണ്ട അങ്ങനെയൊന്നും ഇല്ല. കൗണ്ടറിലും ഇതുപോലുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ കൗണ്ടറിൽ പോയാണ് വേദയുടെ ബോർഡിംഗ് പാസ് എടുത്തത്. അവിടെ കൗണ്ടറിൽ പോയാൽ നമ്മുടെ ബാഗെല്ലാം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ കേട്ടോ. സീറ്റെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കിട്ടിയത്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി സീറ്റ് എന്തെങ്കിലും മാറുമോ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷേ ആ ഒരു ഇഷ്യൂ വന്നില്ല. എല്ലാവർക്കും അടുത്തടുത്താണ് സീറ്റ് ഉണ്ടായിരുന്നത്. സീറ്റ് മാറുമോ എന്നുള്ള ടെൻഷൻ വന്നത് വേദയ്ക്ക് മാത്രം കിട്ടും, ബാക്കി എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് എടുത്തത് കൊണ്ട് കിട്ടും. വേദയുടെ ബോർഡിംഗ് പാസ് മാത്രം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് പോയി എടുക്കുന്നത് കൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കുമോ സീറ്റ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ വേദയ്ക്ക് നമ്മളെ കൂട്ടത്തിൽ തന്നെ കിട്ടിയായിരുന്നു. എന്തായാലും ഈ ഒരു സംവിധാനം നല്ലതാട്ടോ. ഞാൻ കൊച്ചി എയർപോർട്ടിലും ഇത് കണ്ടില്ലായിരുന്നു. അവിടെയൊക്കെ ഈ കൗണ്ടറിൽ ചെന്ന് ക്യൂ നിൽക്കുക, ചിലപ്പോൾ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇവിടെ എങ്ങും ആ ഒരു പ്രശ്നം വരുന്നില്ല. നിറയെ ഇതുപോലുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കൗണ്ടറിലും തിരക്കില്ല, ഇതുപോലുള്ള മെഷീൻ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലും തിരക്കില്ല കേട്ടോ. ഈ ഒരു സംവിധാനം അത്യാവശ്യം നല്ലൊരു സംവിധാനം തന്നെയാണ്. പുറത്തോട്ടൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലും ഇത് വരേണ്ട സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലൊന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൗണ്ടറിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ അവർ ബാഗ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ടാഗ് ഇട്ടുന്നു അപ്രൂവ്ഡ്. എല്ലാത്തിൻ്റെ ബാക്കിയൊന്നും നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്തില്ല. അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യണേ, വച്ചു നോക്കിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വേദയ്ക്ക് അപ്രൂവ്ഡ് തന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആയാലും കുഴപ്പമില്ല. 7 kg കൊണ്ടുപോകാം, 7.5 ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ടുപോകാൻ നോക്കട്ടെ വെയിറ്റ് ആക്കിയിട്ട്. നമ്മളിപ്പോൾ എല്ലാം ഒന്നുകൂടെ ഒക്കെ സോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. കറക്റ്റ് 7th ആയിരുന്നു, അച്ചിരുതാ. ഇപ്പം എല്ലാം നമ്മൾ ഇളക്കി മാറ്റി ഒന്നുകൂടെ ഒക്കെ വെച്ചായിരുന്നു. 6.9 അതും കറക്റ്റ്. നമുക്കുള്ളത് കുറച്ചെങ്കിലും കൂടുതലുള്ളൂ. ഇല്ല അത് കുഴപ്പമില്ല, 7.5 വരെയൊക്കെ വരാം, കുഴപ്പമില്ല. മാറ് 7.3. എൻ്റെ ബാഗ് എന്നില്ല, ഒരു മിനിറ്റ്. നമ്മളെ ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം ഈ ബാഗിലാണ്. അതുകൊണ്ട് 4.5. അതൊന്നും ചെക്ക് ചെയ്യൂല, ഞാൻ ചുമ്മാ നോക്കിയത്. ചോക്ലേറ്റ് എല്ലാം ഇതിലാണ് കിടക്കുന്നത്. എന്നാലും സമയമൊന്നും ആയിട്ടില്ല, കുറേ ലേറ്റ് ആവും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. റോബോട്ട് കണ്ട സെൻസർ ഓട്ടോമാറ്റിക്. നമുക്ക് 8:30ക്കാണ് ഫ്ലൈറ്റ്. 2:30 ആയപ്പോഴും നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. വെറുതെ ഇരുന്ന് പോസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനും ഏട്ടനും അച്ഛനും വേദയും കൂടി എയർപോർട്ട് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാങ്കോക്ക് DMK എയർപോർട്ട് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി എന്തായാലും 6-6:30 മണി വരെ സമയമുണ്ട്. ഇവിടെ ഫ്രീ വൈഫൈ ഒക്കെ കിട്ടും. വൈഫൈ എല്ലാം അമ്മയ്ക്കും സെറ്റ് ചെയ്ത് കൊടുത്ത് ശേഷം നമ്മളിങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങി. ഇരിക്കുന്നിടത്തുനിന്ന് മാറരുതെന്ന് പറഞ്ഞ് അമ്മയെ അവിടെ ഇരുത്തിയിട്ടൊക്കെ പോയി. എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണേ, കടകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണ്. ഞാൻ കരുതിയത് നമുക്ക് എയർപോർട്ടിന് ഉള്ളിലേക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നത് ഒരു 3 മണിക്കൂർ മുന്നേ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നേരത്തെ അവർ കയറ്റി വിടുന്നുണ്ട്. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കയറുന്നതനുസരിച്ച് അവർ ചെക്ക് ചെയ്തൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അല്ലാതെ 3 മണിക്കൂർ സമയത്തിന് മുന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സംവിധാനമൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം ശരിക്കും പറഞ്ഞാൽ 8:30ക്കുള്ള ഫ്ലൈറ്റിന് ഒരു 6:30 മണിക്കൊക്കെ നമ്മൾ അകത്തേക്ക് കയറിയാൽ മതി. നമ്മൾ അതിന് മുന്നേ അങ്ങ് അകത്തേക്ക് കയറി കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ എങ്ങും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെക്ക് ഇൻ ചെയ്യേണ്ടടുത്ത് ഒന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല.
അതൊക്കെ എനിക്ക് മൊത്തത്തിലൊന്നും ഇഷ്ടമായി. മീൻസ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വന്നിങ്ങനെ ഒരു ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ നോക്കുള്ളൂ, അങ്ങനെയുള്ളൊരു സംവിധാനം ഇല്ല. ആർക്ക് വേണോ എപ്പോൾ വേണോ കയറാം, ആർക്ക് വേണമെന്നില്ല, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് കയറി പോവാം, അങ്ങനെയുള്ള സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും നമ്മൾ കുറേ കറങ്ങിയത് 7-Eleven അന്വേഷിച്ച് 7-Elevenലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. ഫുഡായാലും എന്ത് തന്നെ ആയാലും അത്യാവശ്യം റേറ്റ് കുറവിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അതും നല്ലതായിരിക്കും. ഈ ഫ്രീസ്ഡ് ഐറ്റംസൊക്കെ ഉണ്ടാവും, ബർഗർ, സാൻഡ്വിച്ച് എല്ലാം. അത് നമ്മളെടുത്തിട്ട് അവരോടൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി തരാൻ പറഞ്ഞാൽ ചൂടാക്കിയൊക്കെ തരുവേ. ഞാൻ വീണ്ടും ഈ സാധനം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ശരിക്കും ഓപ്പൺ ചെയ്യേണ്ട ഇങ്ങനെയാണ്. അവർ കൊടുത്തിട്ടുണ്ട്, നോക്കി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് യെസ്, സെക്കൻഡ് ഇങ്ങനെയാണ് കേട്ടോ. ആ ഓക്കെ, നിൽക്കടാ. ഒരു ഹീറ്റാക്കി തന്ന, അവനിൽ വെച്ച് ഹീറ്റാക്കി തന്നു. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇന്ന് ഞാൻ ചിക്കൻ്റെയാണ് വാങ്ങിയത്. അറിഞ്ഞൂടാ. ചിക്കൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നത്. ഒരു ഉണക്ക മീൻ്റെ ഒക്കെ ടേസ്റ്റ്. നീ ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് അതുപോലെ ഞാൻ വേദെന്തോ ബർഗർ വാങ്ങി. വേദെന്തോ സൂപ്പ് മാത്രമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. ഞാനും ഒരു ഇത് മാത്രമാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾക്കൊരു കോഫി ഇവിടെ വേണം. ഭയങ്കര ഹോട്ടാടാ. നമ്മൾ ഇവിടെ നിന്ന് ഇവർ ഇങ്ങനെ കൂള് ഇത് ഫ്രീസറിൽ ഇടുന്ന സാധനമാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. ചീസിൻ്റെ ചൂട് കാണും. അവരവണിൽ വെച്ച് ഹീറ്റ് ചെയ്ത് തരും കേട്ടോ. കൊള്ളാമോ? ചിക്കനാ? നൈസ്. ഇന്നൊക്കെ ഇറങ്ങുന്ന ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുള്ളായിരുന്നു അല്ലേ? 48 ബാത്ത് എന്തേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഫൈനലി ഒരു സ്വീറ്റായിട്ട് വേദ കണ്ടുപിടിച്ചൊരു സാധനം, മോച്ചി. നല്ല ക്രീം ബണ്ണ് പോലത്തെ ടേസ്റ്റ് കേട്ടോ. വേറൊരു ടേസ്റ്റ്. 50-50 ആണേ വേദ. ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നേ എനിക്ക്. 50-50 ആണേ ഗായ്സ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണോ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടേ. എയർപോർട്ടിൽ നിന്ന് എന്ത് വേണോ വാങ്ങിച്ചോളാൻ പറഞ്ഞത്. ഇതാണ് കേട്ടോ ആ സാധനം. ഇത് ഇതിനകത്ത് ഫുൾ ക്രീമാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധനം. മൈദയാണെന്ന് തോന്നുന്നു. അകത്ത് ഫുൾ ഓഫ് ക്രീം. പക്ഷെ ഒരു നല്ലൊരു ഫ്ലേവർ അത്. ഞങ്ങൾ നടന്നു വന്നു. നമുക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇത്രയും കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. താങ്ക് യു. നമ്മൾ 7-Eleven കയറി കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നല്ല കാശ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇൻ്റർനാഷണലൊക്കെ പോകുന്നവരാണെങ്കിൽ 7-Eleven കയറുക. ചീമൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യ പോയപ്പോഴേ 7-Eleven നിന്നെല്ലാം വാങ്ങാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് വാങ്ങിയത്. ഇപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഇപ്പോൾ 7-Eleven നിന്ന് ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയത്. ഞാനും വേദയ്ക്ക് തൽക്കാലം ഒരു ആശ്വാസത്തിന് കഴിച്ചിട്ടുണ്ട്. തൽക്കാലമല്ല, അത്യാവശ്യം വയറല്ലേ ഫുള്ളായി. വേദയ്ക്ക് ഞാൻ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും നമുക്കൊന്നും ശരിയാവില്ല. വേദയ്ക്ക് പിന്നെ ഈ ചപ്പച്ചവർ സാധനങ്ങളൊക്കെ അല്ലേ ഇഷ്ടം. അതുകൊണ്ട് വേദയ്ക്ക് ഞാൻ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ കഴിച്ചു. എനിക്ക് വലിയ വിശപ്പില്ല. അമ്മ കാല് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കഴിച്ചു. ഏട്ടനും അച്ഛനും അമ്മയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തല്ല, കൊച്ചിയിൽ 10:30 എത്തും. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം, ഹെവി ആയിട്ട് കഴിക്കാം, നാട്ടിൽ വന്ന സന്തോഷത്തിൽ കഴിക്കാം. ഇതിപ്പോൾ സാൻഡ്വിച്ചും പഴവും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ. ഇനി 6:30 വരെ നമ്മളിവിടെ ഇരിക്കും. 6 മണി വരെ. അത് കഴിഞ്ഞാണ് ഉള്ളിലേക്ക് കയറുന്നത്. എനിക്ക് ഇനി ഒരു കോഫി ഇവിടെ വേണമല്ലോ മിസ്റ്റർ മനോജ് കുമാർ. ഈ സൈഡിൽ ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ
ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് വ്യക്തികളും കൂടെ 7-Eleven പോകുന്നത് തന്നെ ബിയർ കുടിക്കാനാണ്. കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. പറയാത്ത എന്നെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിക്കല്ല എന്നെ കൊണ്ട്. നീ വേണം, വേണ്ട. അകത്ത് 7-Eleven ഇല്ല, അകത്തോട്ടില്ല. വേദയ്ക്കൊരു ബോബ, എനിക്കൊരു അല്ലാത്തൊരിത്. എക്സ്ക്യൂസ് മീ, ബോബ ടീ. ബോബ. ഇതൊക്കെ എന്തോന്നു? ഫ്രഷ് മിൽക്ക് ടീ. ഇതിന്റെ കൂടും. Which one is special, boba? Do you want a milk tea or Thai tea? Which one? Do you want milk tea or Thai tea? New tea. Milk tea. Milk tea. Yes. We are Indians. Milk tea. ഇതിലേത് വേണം? എഗ്ഗൊന്നും വേണ്ട. വൈറ്റ് ഹണി, ബ്ലാക്ക് ഹണി. What is this gaga? Sorry? What is this? This one have the for topping inside. Have the bubble inside too. ഇത് പറയട്ടാ. This one. Gaga over. Small. We have just leave medium and large. Medium ഉള്ളോ? For this one? Also. Medium and large. One medium. കൊള്ളാമോ എന്തോ? This one. Okay. Milk tea. With the bubble. Bubble. What else is it? And cappuccino, coffee. Cold cappuccino. 169 baht. അത്രക്കുള്ളതൊന്നും വേണ്ട. ഭയങ്കര വില. അവക്കുള്ള ബോബ മാത്രം മതി. 134 അത് വേണ്ട. അവക്ക് ബോബ പറഞ്ഞു. കോഫി ഞാൻ അവിടെയൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു. നില്ല ഇത് വാങ്ങിച്ചു. നീ ഇവിടെ നിൽക്കുമോ? പൈസ കൊടുക്കണ്ടേ? ഹൗ മച്ച്? 107 baht. 107 baht. 100. ആ ഓക്കെ. ബില്ല് ചെയ്യുന്ന സമയം കൊണ്ട് സാധനം റെഡി. കുടിച്ചു നോക്ക് കൊള്ളാവോന്ന്. പക്ഷെ ഇന്നലെ എനിക്ക് 7-Eleven നിന്ന് വാങ്ങിച്ചത് ഒട്ടും ഇഷ്ടമായില്ല. കുടിച്ചു നോക്കും. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കിത് വേണ്ട, എനിക്ക് നോർമൽ ഫ്രൈ പേ അങ്ങനെ എന്തെങ്കിലും മതി. ചായ അല്ലേ? മലേഷ്യ പോയത് എനിക്കൊരു കോഫി ഇവിടെ വാങ്ങിച്ചിട്ട് പോവാം. അപ്പുറത്ത് അവരാണ് നമുക്ക് താഴെ 7-Eleven കാണിച്ചൊന്ന് ഹെൽപ്പ് ചെയ്തത്. ഇവിടെ വില കുറവുണ്ട്. എന്ത് ലൈഫല്ലേ. പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാം. വേറെ സ്കൂളിൽ വിട്ടിട്ട് വേറെ ഒരു സെർവൻറ്റിനെയൊക്കെ വെച്ച് നമുക്ക് പോവാം. എക്സ്പ്രസോ, അമേരിക്കാനോ, കാപ്പച്ചിനോ, ലാറ്റെ, മോക്ക, തായ് ടീ, ഗ്രീൻ ടീ, കോക്കോ. Latte means milk also. Latte, milk, right? What is the difference between latte and mocha? Cocoa. One iced latte. ഓക്കെ. ഐസ്ഡ് ലാറ്റെ വാങ്ങിയിട്ട് വേറെ അടുത്തേക്ക് പോവാം കേട്ടോ. എനിക്ക് ഈ ഹോട്ടിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഐസ്ഡ് വണ്ണാണ്. ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന സാധനം ഞാൻ ഡയറക്റ്റ് എടുത്ത് കഴിക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് തണുത്ത സാധനങ്ങൾ. വേദയും അച്ചിയും കൂടി ഇത് എവിടെ ഇരിക്കുകയാണ്. വേദയ്ക്ക് ബോബ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ സാധനം വാങ്ങിച്ച് കഴിക്കുന്നത്. എനിക്കിഷ്ടമല്ല ഈ സാധനം. വേദു അങ്ങനെ വേദയ്ക്കൊരു ബോബ ടീയും ഞാനൊരു ലാറ്റെ അല്ലേ വാങ്ങിയത്. അതും കുടിച്ചിട്ട് അതിങ്ങനെ ഇരിക്കുകയാണ്. ലാറ്റെ ഭയങ്കര കയ്പ്പ് കേട്ടോ, ഭയങ്കര കയ്പ്പ്. സാധാ കോഫിയുടെ കയ്പ്പ് അല്ല കേട്ടോ. എനിക്ക് കോഫിയുടെ കയ്പ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇത് അതിനെക്കാട്ടി വേറെ കയ്പ്പ് കഷായം പോലും ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ പോയി. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ തിരികെ നിൽക്കണമൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ
വാങ്ങിയ സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. ഇനി അകത്ത് കയറിയിട്ട് കാണാവേ. ഇനി അവിടെ ചെക്കിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കും ബിസിയും സാധനങ്ങളെടുത്ത് വയ്ക്കോ പറക്കി വയ്ക്കോ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അകത്ത് കയറിയ ശേഷം കാണാവേ.